നമസ്കാരം. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ പത്താമുദയം പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. സൂര്യഭഗവാൻ തന്റെ പൂർണ്ണ ശക്തിയോടെ ഉദിച്ചുയരുന്ന ഈ പുണ്യദിനം മുതൽ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. സാമ്പത്തിക നേട്ടങ്ങളും തൊഴിൽ പുരോഗതിയും ഇവരെ തേടിയെത്തും. ഏതൊക്കെയാണ് ആ നക്ഷത്രങ്ങൾ? എന്തൊക്കെയാണ് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഇക്കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുവാൻ ശ്രമിക്കുക. പത്താമുദയത്തിൻ്റെ പ്രാധാന്യം എന്താണ്? സൂര്യൻ മേടം രാശിയിൽ ഏറ്റവും ബലവാനായി നിൽക്കുന്ന 10ാമത്തെ ദിവസമാണ് പത്താമുദയം. പ്രകൃതിയും മനുഷ്യനും ഒരുപോലെ ഊർജം കൈവരിക്കുന്ന സമയം. പത്താമുദയത്തിന് വിത്തിട്ടാൽ 10 മേനി കൊയ്യാം എന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ നമ്മുടെ കർമ്മങ്ങളിലും ഈ വിജയം പ്രതിഫലിക്കും. ജ്യോതിഷപരമായും കാർഷികപരമായും വളരെ പ്രാധാന്യമുള്ള ദിനമാണ് പത്താമുദയം. സൂര്യൻ അതിൻ്റെ ഉച്ചാവസ്ഥയിലെത്തുന്ന ഈ സമയത്ത് ചില നക്ഷത്രക്കാർക്ക് വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. എന്തൊക്കെയാണ് ആ ലഭിക്കുന്ന ഭാഗ്യാനുഭവങ്ങൾ എന്ന് നോക്കാം. സാമ്പത്തികപരമായി വളരെ നേട്ടം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഈ പത്താമുദയം. അപ്രതീക്ഷിതമായ ധനലാഭമുണ്ടാകും. ചെയ്യുന്ന എല്ലാ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ സൽപ്രവർത്തികൾ, നമ്മുടെ ധനനേട്ടത്തിന് വേണ്ടി നാം ചെയ്യുന്ന സൽപ്രവർത്തികളിൽ നിന്നും നല്ല രീതിയിലുള്ള ധനലാഭം ലഭിക്കുന്ന സമയമാണ്. പഴയ കടങ്ങൾ വീട്ടാൻ സാധിക്കും. അതിലൂടെ കടബാധ്യതകളിൽ നിന്നും ഒരു മോചനം ലഭിക്കുകയും ചെയ്യും. അത്തരത്തിൽ വലിയ സാമ്പത്തിക സൗഭാഗ്യങ്ങളാണ് പത്താമുദയത്തിന് ലഭിക്കുന്നത്. പുതിയ ജോലി ലഭിക്കാനോ ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ മെച്ചപ്പെട്ട സാഹചര്യം, ഉയർച്ച, ഉന്നതി ഒക്കെ ഉണ്ടാകുവാനോ സാധ്യതയുണ്ട്. അത് കൂടാതെ കർമ്മരംഗത്ത് വളരെ വലിയ ഉന്നതിയും മെച്ചപ്പെട്ട അവസരങ്ങളും സാമ്പത്തിക സൗഭാഗ്യങ്ങളുമൊക്കെ ലഭിക്കും. പുതിയ അവസരങ്ങൾ ലഭിക്കും. കൂടുതൽ മെച്ചപ്പെട്ട പ്രതിഫലം ലഭിക്കും. സാമ്പത്തികപരമായി തൊഴിൽ രംഗത്ത് വലിയ അഭിവൃദ്ധി തന്നെ പ്രതീക്ഷിക്കാൻ കഴിയും. ആരോഗ്യവും മെച്ചപ്പെടും. ശാരീരികമായ അവശതകളിൽ നിന്ന് മോചനം ലഭിക്കും. അതുകൂടാതെ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില രോഗങ്ങളിൽ നിന്നും നിത്യമായ ഒരു ആശ്വാസവും കൂടി ലഭിക്കുന്ന സമയമാണ്. അങ്ങനെ പത്താമുദയം സൗഭാഗ്യം കൊണ്ടുവരുന്ന, നേട്ടങ്ങൾ കൊണ്ടുവരുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്ന് ഇനി നോക്കാം. 1ാമത്തെ നക്ഷത്രം മേടരാശിയിലെ അശ്വതിയാണ്. മേടം രാശിയിൽ സൂര്യൻ നിൽക്കുന്നതിനാൽ അശ്വതി നക്ഷത്രക്കാർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ്. നിങ്ങൾ തുടങ്ങുന്ന ഏതൊരു സംരംഭമാണെങ്കിലും അത് നല്ല നിലയിൽ മെച്ചപ്പെടുന്ന ഒരു സമയമാണ്. നിങ്ങൾ തുടങ്ങുന്ന ഏതൊരു സംരംഭമായാലും അത് നല്ല നിലയിൽ ഉയർന്നു വരും. തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങൾ വേഗത്തിൽ നടക്കും. അത് നിങ്ങളുടെ തൊഴിൽ രംഗത്തായാലും ശരി തന്നെ. മന്ദഗതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധം പ്രതിസന്ധിയിൽ നിന്നിരുന്ന കാര്യങ്ങൾ, അതിൻ്റെ തടസ്സങ്ങളെല്ലാം മാറി വളരെ വേഗത്തിൽ അത് മുന്നോട്ട് പോകും. അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തും. അശ്വതി നക്ഷത്രക്കാരെ അംഗീകാരങ്ങൾ തേടിയെത്തും. അത് നിങ്ങളുടെ കർമ്മ രംഗത്തെ മേന്മ, അല്ലെങ്കിൽ നിങ്ങളുടെ മികച്ച പ്രകടനത്തിന് ഉള്ള ഒരു അംഗീകാരമായി അങ്ങനെയുള്ള പ്രശംസകളും അംഗീകാരങ്ങളുമൊക്കെ അശ്വതി നക്ഷത്രക്കാരെ തേടിയെത്തും. 2ാമത്തെ നക്ഷത്രം കാർത്തികയാണ്. സൂര്യൻ്റെ സ്വന്തം നക്ഷത്രമായ കാർത്തികക്കാർക്ക് പത്താമുദയം മുതൽ ആത്മവിശ്വാസം വർദ്ധിക്കും. അവർ ഇറങ്ങുന്ന എല്ലാ കാര്യവും കൃത്യമായി വിജയകരമായി പൂർത്തിയാക്കുവാൻ ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് സാധിക്കും. സർക്കാർ കാര്യങ്ങളിൽ നിന്ന് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. കോടതി വ്യവഹാരങ്ങൾ, അല്ലെങ്കിൽ സർക്കാരുമായുള്ള ഏതെങ്കിലും ഇടപാടുകൾ, അത് കേസുകളാകാം, അല്ലെങ്കിൽ മാറാത്ത ബില്ലുകളാകാം, അല്ലെങ്കിൽ അനുമതി പത്രങ്ങൾ, നമ്മുടെ ഒരു ബിസിനസ്സിനോ സംരംഭത്തിനോ സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട അനുമതി പത്രങ്ങൾ, അതുകൂടാതെ ആനുകൂല്യങ്ങൾ ഒക്കെ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായി അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ്. സാമ്പത്തികമായും വലിയ മെച്ചം പ്രതീക്ഷിക്കാം. സാമ്പത്തിക രംഗം നന്നായി പുഷ്ടിപ്പെടുന്ന ഒരു കാലമാണ് ഈ പത്താമുദയം മുതൽ. 3ാമത്തെ നക്ഷത്രം മകേരമാണ്. മകേരം നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കൈവരുന്ന ഒരു സമയമാണ്. പുതിയ വീട് അല്ലെങ്കിൽ വാഹനം വാങ്ങാൻ ആഗ്രഹിച്ചു കൊണ്ടിരുന്നവർക്ക് അതിനുള്ള വഴി തെളിയും. നിങ്ങൾക്കൊരു ലോണോ അല്ലെങ്കിൽ അതിനു വേണ്ടി ആവശ്യമായ ഒരു സമ്പത്തോ കൈവശം വന്നു ചേരും. കിട്ടാതെ കിടന്ന പണം, അത് നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുത്തതോ മുൻകാലങ്ങളിൽ നിങ്ങൾ ചെയ്തു തീർത്ത ജോലികളുടെ പ്രതിഫലമോ, അത് കോൺട്രാക്റ്റോ ബിസിനസ്സോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു വെച്ചിരുന്നത് നാളിതുവരെ കിട്ടാതിരുന്നെങ്കിൽ
അതും ഈ സമയത്ത് ലഭിക്കും. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്ന മകര നക്ഷത്രക്കാർക്ക് അനുകൂലമായ സമയമാണ്. നിങ്ങൾക്ക് ആ ലക്ഷ്യപ്രാപ്തി കൈവരിക്കുവാൻ കഴിയും. ഈ സമയത്ത് തന്നെ ശ്രമിച്ചു നോക്കുക. വിദേശയാത്ര സഫലീകരിക്കപ്പെടും എന്ന് മാത്രമല്ല, നിങ്ങൾ ചെന്നെത്തുന്ന സ്ഥലത്ത് അനുകൂലമായ സാഹചര്യവും നിങ്ങൾക്കുണ്ടാകും. 4-ാമത്തെ നക്ഷത്രം ഉത്രമാണ്. ഔദ്യോഗിക രംഗത്ത് വലിയ സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ ഉത്ര നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാം. അത് ഗവൺമെൻറ് തലത്തിലായാലും ശരി തന്നെ, പ്രൈവറ്റ് തലത്തിലായാലും ശരി തന്നെ, നിങ്ങളിപ്പോൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്നും വലിയ ഒരു നിലയിലേക്ക്, മെച്ചപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും. തന്മൂലം തന്നെ ആനുകൂല്യങ്ങളും കൂടുതലായി ലഭിക്കും. ചിരകാലമായി നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരുന്ന ഒരു സ്ഥാനക്കയറ്റമായിരിക്കും അത്. മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം, അത് പ്രൈവറ്റ് കമ്പനിയാണെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന കമ്പനിയിൽ നിന്നും മറ്റൊരു വലിയ കമ്പനി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കമ്പനിയിലേക്ക് മാറ്റം വരുവാനും സാധ്യമാകുന്ന ഒരു സമയമാണ്. ബിസിനസ് രംഗത്തുള്ളവർക്ക് പുതിയ കരാറുകൾ, ഓർഡറുകൾ, അവസരങ്ങളൊക്കെ ലഭിക്കുവാനും വളരെ വലിയ സാധ്യതയുള്ള സമയമാണ്. 5-ാമത്തെ നക്ഷത്രം തിരുവോണമാണ്. തിരുവോണം നക്ഷത്രക്കാരുടെ കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ലഭിക്കുന്ന സമയമാണിത്. നല്ല രീതിയിലുള്ള ഒരു സാമ്പത്തിക പിന്തുണ ലഭിക്കും. നേരത്തെ നിങ്ങൾ ചെയ്തു വച്ചിരുന്ന, നഷ്ടത്തിൽ പൊയ്ക്കൊണ്ടിരുന്ന നിങ്ങളുടെ സംരംഭങ്ങൾ, പ്രസ്ഥാനങ്ങൾ, ഫാക്ടറികൾ, ബിസിനസ്സുകൾ ഒക്കെ നല്ല ലാഭകരമായി ഉയർന്നു വന്നതിന് ശേഷം നിങ്ങൾക്ക് ലാഭം നൽകുന്ന ഒരു സമയമാണ്. കടബാധ്യതകൾ തീർക്കുവാൻ സാധിക്കും. സമ്പാദ്യം വർദ്ധിപ്പിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ്. വിവാഹം ആഗ്രഹിച്ച് അതിനുവേണ്ടി ഇറങ്ങിയവർക്ക് ഈ സമയത്ത് വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. അപ്രതീക്ഷിതമായ ധനലാഭം, പഴയ കടം വീട്ടാൻ സാധിക്കൽ തുടങ്ങിയവയൊക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഈ 5 നക്ഷത്രക്കാരും തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് അനുകൂല കാലം, ഭാഗ്യകാലം ആണ് എന്ന് കരുതി അശ്രദ്ധ ഒരു കാരണവശാലും പാടില്ല. അമിതമായ ആത്മവിശ്വാസം ഒരിക്കലും ഉണ്ടാകരുത്. കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കുമ്പോൾ, മുൻകാലങ്ങളെ അപേക്ഷിച്ച് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിൽ നടക്കുമ്പോൾ അഹങ്കാരം വരാതെ സൂക്ഷിക്കണം. അഹങ്കാരത്തോടുകൂടി നിങ്ങൾ ആരോടും പെരുമാറുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. അത് നിങ്ങൾക്ക് ആപത്ത് സൃഷ്ടിക്കും. എങ്ങനെയെന്നാൽ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നവർ നിങ്ങൾക്ക് എതിരാളികളാകാൻ ഇടയാകും. അത്തരമൊരു സാഹചര്യം വരാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. സംസാരത്തിൽ മിതത്വം പാലിക്കണം. ഒരു കാരണവശാലും ഈ കാലത്ത് ശത്രുക്കളെ സമ്പാദിക്കുവാനേ പാടില്ല. നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കണം. വലിയ തുകകൾ നിക്ഷേപിക്കുമ്പോൾ കൃത്യമായി നിങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ അറിവുള്ളവരുടെ ഉപദേശം തേടണം. എന്നിട്ട് മാത്രമേ ചെയ്യാവൂ. ഊഹക്കച്ചവടം, ഷെയർ മാർക്കറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, മ്യൂച്വൽ ഫണ്ട്, സിപ്പ്, SIP ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം തുക ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ പദ്ധതിയെപ്പറ്റി കൃത്യമായൊരു ബോധം നിങ്ങൾക്കുണ്ടാകണം. ആരെങ്കിലും പറഞ്ഞ് കേട്ട് അറിഞ്ഞ രീതികൾ വെച്ച് ഒരു കാരണവശാലും സാമ്പത്തിക കാര്യത്തിൽ റിസ്ക് എടുക്കരുത്. ഈ കാലയളവിൽ ദോഷഫലങ്ങൾ കുറയ്ക്കാനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുവാനും ഇനി പറയുന്ന കാര്യങ്ങളൊന്ന് ചെയ്യുക. സൂര്യ നമസ്കാരം. ദിവസവും രാവിലെ സൂര്യോദയ സമയത്ത് സൂര്യ നമസ്കാരം ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ നല്ല ഊർജം നൽകും. അത് ശാരീരികവും മാനസികവുമായ ഊർജം, ആത്മവിശ്വാസം, പ്രവർത്തി ചെയ്യാനുള്ള ധൈര്യം, ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വിജയിപ്പിക്കുവാനുള്ള ആർജവം, ഇതൊക്കെ നിങ്ങൾക്ക് സൂര്യ നമസ്കാരം രാവിലെ സൂര്യോദയ സമയത്ത് കൃത്യമായി എല്ലാ ദിവസവും ചെയ്താൽ ലഭിക്കും. അത് കൂടാതെ ആദിത്യ ഹൃദയ മന്ത്രം ഞായറാഴ്ചകളിലും 10-ാം ഉദയ ദിവസവും ആദിത്യ ഹൃദയം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. ക്ഷേത്ര ദർശനം ഈ കാലയളവിൽ ഒരു കാരണവശാലും മുടക്കരുത്. ശിവക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ പോയി വഴിപാടുകൾ നടത്തണം. ദാനം ചെയ്യണം. ചുവന്ന വസ്ത്രമോ ഗോതമ്പോ ദാനം ചെയ്യുന്നത് സൂര്യപ്രീതിക്ക് നല്ലതാണ്. എല്ലാ തരത്തിലുള്ള ദാനവും ചെയ്യുവാൻ പറ്റിയ സമയമാണ്. അശരണർക്ക്, പാവപ്പെട്ടവർക്ക്, അർഹരായവർക്ക് ആഹാരമോ വസ്ത്രമോ മരുന്നോ ഒക്കെ കൊടുക്കണം. അത് നിങ്ങൾക്ക് ലഭിക്കുന്ന സമ്പാദ്യത്തിൻ്റെ ഒരു വിഹിതം, നിങ്ങളാൽ കഴിയും വിധം അത് ചെയ്യുക. കൂടുതൽ ഭാഗ്യവർദ്ധനവിനും പുണ്യം ലഭിക്കുന്നതിനും സാധ്യമാകുന്ന കാര്യങ്ങളാണ്. അത് ഒരു കാരണവശാലും വിട്ടുകളയാതിരിക്കുക. ഭാഗ്യം ലഭിക്കുന്ന ഈ കാലഘട്ടത്തിൽ യാതൊരുവിധ ദ്രോഹപരമായ ദോഷകരമായ പ്രവർത്തികളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. നമ്മൾ മറ്റൊരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു മൃഗത്തിനെ ആയാൽ പോലും, സഹജീവികളെ ഒന്നിനെയും മാനസികമായോ ശാരീരികമായോ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യരുത്. നമ്മുടെ വാക്കോ പ്രവൃത്തിയോ കൊണ്ട് ഒരു ജീവജാലങ്ങൾക്കും കേടുവരാതെ
വരാതെ സൂക്ഷിക്കണം. നമ്മളിൽ താഴ്ന്ന, അതായത് നമ്മളെക്കാൾ സാമ്പത്തിക ശേഷി കുറഞ്ഞവർ, ആരോഗ്യം കുറഞ്ഞവർ, പ്രായാധിക്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അവശർ, രോഗികൾ, ഇത്തരക്കാരുടെ മുന്നിലൊന്നും ഒരിക്കലും നമുക്കെന്തെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞ് അഹങ്കരിക്കുകയോ അവരുടെ ഇല്ലായ്മയെ അവജ്ഞയോടുകൂടി വീക്ഷിക്കുകയോ പുച്ഛിക്കുകയോ അപമാനിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്യരുത്. ഇങ്ങനെയൊക്കെ ചെയ്താലും നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഐശ്വര്യങ്ങൾ, സൗഭാഗ്യങ്ങൾ ഇല്ലായ്മ ചെയ്യപ്പെടും എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കുക. വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി ഈ പുണ്യദിനത്തെ വരവേൽക്കുക. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു 10-ാം ഉദയം ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ജ്യോതിഷ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവിധ ഐശ്വര്യവും സമ്പത്തും ആരോഗ്യവും സമാധാനവും സാമ്പത്തിക പിന്തുണയും ഒക്കെ ജഗദീശ്വരൻ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.